ശ്രീഹരിയം ദശകം 17 ധ്രുവചരിതം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഉത്താനപാദരാജന്നോ രണ്ടു പത്നിമാരാണല്ലോ, സുരുചിയോ രാജന്നേറെ പ്രിയപ്പെട്ടവൾ. ഒരു ഗതിയുമില്ലാത്ത സുനിധിയോ എന്നുമെന്നും ഓങ്കാരരൂപിയാം നിന്നെ ഭജനം ചെയ്തു. സുരുചിതൻ പുത്രനാകും ഉത്തമനെ പോലെ തൻ്റെ പിതൃവാത്സല്യത്തിനായി മോഹിച്ചു ധ്രുവൻ. സുനിധിതൻ സുതനോടു കയർത്തല്ലോ സുരുചിയും, ഭവൽ ഭക്തിയില്ലാത്തവർ ദുഷ്ടരാണല്ലോ. ക്രൂരവാക്കു കേട്ടു ധ്രുവൻ കരഞ്ഞു കൊണ്ടമ്മയുടെ ചാരത്തുപോയി, ഭഗവാനെ എല്ലാം നിന്നിഷ്ടം. നിന്തിരുവടി തന്നൂടെ പാദാരവിന്ദങ്ങൾ രക്ഷ, സുനിധിയും ഭക്തിപൂർവം പുത്രനോടോതി. 5 വയസ്സുകാരനാം അഭിമാനിയായ ധ്രുവൻ അവിടുത്തെ ഭജിക്കുവാൻ ഉള്ളിലുറച്ചു. ആരണ്യമാർഗത്തിങ്കലോ നാരദനെ കണ്ടുമുട്ടി, ആരാധനാമന്ത്രം ചൊല്ലി താപം തുടങ്ങി. പുത്രൻ പോയ ദുഃഖത്താലെ വിഷാദമുഖനായി തീർന്ന ഉത്താനപാദരെ മുനി സാന്ത്വനിപ്പിച്ചു. അവിടുത്തെ പാദങ്ങളിൽ ആത്മാർപ്പണം ചെയ്ത ധ്രുവൻ 5 മാസം കഠിനമാം താപം നയിച്ചു. താപം മൂലം ലോകത്താകെ ശ്വസിക്കാനും കഴിയാതായി, താപസദേവാദികൾ തൻ അഭ്യർത്ഥനയാൽ കരുണതൻ കടലിനായി കാത്ത ധ്രുവൻ തൻ്റെ മുന്നിൽ ഗരുഡാധിരൂഢനായി ഭവാനണഞ്ഞു. മിത്ര തേജസ്വിയായിടും ഭഗവാനെ കണ്ട നേരം മിണ്ടാൻ പോലുമായിടാതെ ആനന്ദം കൊണ്ടു. സ്തുതിക്കട്ടെ എൻ്റെ ഭക്തൻ എന്നു കരുതിയ ദേവൻ, കവിളിന്മേൽ ശംഖു കൊണ്ടു മെല്ലെ തലോടി. ഭഗവാന്റെ സ്പർശത്താലെ ജ്ഞാനസിദ്ധി നേടി ധ്രുവൻ ഭംഗിയായി സ്തുതി മലർ അർച്ചന ചെയ്തു. രാജ്യം ചിരം ഭരിക്കുക, പിന്നെ ധ്രുവപദത്തെയും സ്വായത്തമാക്കിയിടുക നീ ചൊല്ലി ഭഗവാൻ. ഭഗവാനും മറഞ്ഞല്ലോ വനത്തിൽ നിന്നു മടങ്ങി, ധ്രുവൻ രാജ്യത്തെത്തിച്ചേർന്നു ആനന്ദമെങ്ങും. ഉത്താനപാദരോ മെല്ലെ വാനപ്രസ്ഥം സ്വീകരിച്ചു, ഉത്തമനാം ഭക്തനായി ധ്രുവൻ ഭരിച്ചു. സോദരനാം ഉത്തമനോ യക്ഷൻ മൂലം മരിച്ചപ്പോൾ, യക്ഷന്മാരുമായി ധ്രുവൻ യുദ്ധം തുടങ്ങി. ധ്രുവൻ തൻ്റെ ക്ഷമ കണ്ടു വൈശ്രവണൻ സന്തോഷിച്ചു, അചഞ്ചല ഭക്തിക്കായി ധ്രുവൻ പ്രാർത്ഥിച്ചു. ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവന്ന വിമാനമേറി, അമ്മയ്ക്കൊപ്പം ധ്രുവപദേ ഇന്നും ഇരുന്നരുളുന്നു. ഭക്തജന സംരക്ഷക എന്നെ രക്ഷിക്കൂ. നാരായണ 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 വാതാലയേശ.